നിങ്ങളുടെ കേരളത്തിലെ വീട് എയർബിഎൻബിയിൽ ലിസ്റ്റ് ചെയ്യണോ? എന്നാൽ ഓരോ ഉടമയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ കേരളത്തിലെ വീട് എയർബിഎൻബിയിൽ ലിസ്റ്റ് ചെയ്യാൻ പദ്ധതിയിടുകയാണോ? മികച്ച ആശയം. എന്നാൽ നിങ്ങൾ ആരംഭിക്കുന്നതിനു മുമ്പ് ഓരോ വീട്ടുടമസ്ഥനും അറിഞ്ഞിരിക്കേണ്ട നിയമപരമായ കാര്യങ്ങളിതാ. ആദ്യം, നിങ്ങളുടെ പഞ്ചായത്തിനോ കോർപ്പറേഷനോ ഹ്രസ്വകാല വാടകയ്ക്ക് ഒരു രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങളുടെ സ്വന്തമായ ഭൂമിയിൽ തന്നെയാണ് വീടെങ്കിൽ നിങ്ങൾക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ അത് ഒരു അപ്പാർട്ട്മെന്റോ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയോ ആണെങ്കിൽ റെസിഡൻസ് അസോസിയേഷന് അവരുടേതായ നിയമങ്ങൾ ഉണ്ടായിരിക്കാം. ചിലർ ഹ്രസ്വകാല താമസം അനുവദിക്കും, ചിലർ നിബന്ധനകളോടെ അനുവദിക്കും, ചിലർ അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എപ്പോഴും അവരുമായി ആദ്യം സ്ഥിരീകരിക്കുക. രണ്ടാമതായി, കേരള പോലീസിന്റെ നിബന്ധന പ്രകാരം ഓരോ അതിഥിയുടെയും വിവരങ്ങൾ ഓൺലൈനായി പോലീസിനെ അറിയിക്കേണ്ടതുണ്ട്. അതിഥി ഒരു രാത്രി മാത്രം താമസിച്ചാൽ പോലും വിവരങ്ങൾ ടെനന്റ് ഇൻഫർമേഷൻ ഫോം മുഖാന്തരം അറിയിക്കേണ്ടതാണ്. മൂന്നാമതായി, എയർബിഎൻബി വരുമാനത്തിന് നികുതി നൽകേണ്ടതാണ്. നിങ്ങളുടെ മൊത്തം വാടക വരുമാനം പ്രതിവർഷം 20 ലക്ഷം രൂപ കവിയുന്നുവെങ്കിൽ GST രജിസ്ട്രേഷൻ ആവശ്യമായി വന്നേക്കാം. 20 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് GST നിർബന്ധമല്ല. പക്ഷേ ആദായനികുതി കൃത്യമായി ഫയൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. നാലാമതായി, നിങ്ങളുടെ വീട് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. അഗ്നിശമന ഉപകരണങ്ങൾ, ശരിയായ വയറിംഗ്, എമർജൻസി ലൈറ്റ് എന്നിവ പ്രത്യേകിച്ച്. ഒരു വിദേശ പൗരൻ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഫോം C ഓൺലൈനായി ഫയൽ ചെയ്യണം. ആതിഥേയർ, അതിഥികളുടെ വിവരങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നത് നിയമപരമായി ആവശ്യമാണ്. നിങ്ങൾ ഒരു NRI ആണെങ്കിൽ ഇതാ മറ്റൊരു സന്തോഷവാർത്ത. ശരിയായ IT റിട്ടേണുകളും CS സർട്ടിഫിക്കറ്റും ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ എയർബിഎൻബി വരുമാനം നിയമപരമായി നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതെ, നിങ്ങൾ ദൂരെ ജീവിക്കുമ്പോൾ പോലും നിങ്ങളുടെ കേരളത്തിലെ വീട്ടിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. നിങ്ങളുടെ തിരുവനന്തപുരം പ്രോപ്പർട്ടി എയർബിഎൻബിയിൽ സുരക്ഷിതമായും നിയമപരമായും പ്രശ്നങ്ങളില്ലാതെയും ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകാൻ ഞങ്ങൾ സദാ സന്നദ്ധരാണ്. താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുകയേ വേണ്ടൂ. വാട്സാപ്പ് +919946066336. Expat Serve, peace of mind delivered.